സെയിമിന്റെ ഒരു കാര്യം ഇതാണ് 5 മിനിറ്റ് കൊണ്ട് മോളെ ആ ടിവി ഒന്ന് ഓഫ് ആക്ക്. രാവിലെ തുടങ്ങിയതാണ്. ഹസി നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? എത്ര നാളെ നമ്മള് കണ്ടിട്ട്. നീ എവിടെയാ എന്താ ഒരു വിവരമില്ലായിരുന്നല്ലോ. പറയാനാണെങ്കിൽ കുറേ ഉണ്ടടി, പക്ഷെ അതൊന്നും പെട്ടെന്ന് അങ്ങനെ പറയാൻ കഴിയില്ല. ആകെ പോട്ടെ. അന്നപ്പം എന്താ ഞാൻ വിളിക്കണ്ടേ? ഹസീനാണോ അനിതാന്നാണോ? ഹസീനയായിട്ട് എനിക്കിടെ ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് അനിതയായിട്ട് ഈ വേഷത്തിൽ ഞാൻ ഇറങ്ങടി. എടി കുടിച്ചിട്ട് പോ മോളെ. അതിന്റെ സൗണ്ട് കുറയ്ക്ക്. ഇനി എപ്പോഴാ കാണാ? ഞായറാഴ്ച പൊതുവെ ഞാൻ ഓട്ടം പോവാറില്ല. നീ വിളിക്ക്. ശരി ശരി. റുബീന, എന്നെ കണ്ട കാര്യം നീ ആരോടും പറയാൻ നിൽക്കണ്ട. സോറി, എടുത്തേക്ക് പോണ്ടേ? ട്രഷറിയിലേക്കാണ് മോളെ. ആടല്ലേ? കേറിക്കോ, ഞാൻ ആക്കിത്തരാം. പെൻഷൻ ദിവസമുണ്ടോ? ഭയങ്കര തിരക്കുള്ള ഒന്നും നടക്കും തോന്നുന്നു. കൂടെ എന്തായാലും കൂട്ടായി നീ. കൊടയോ? കൊട എടുത്ത എവിടെയെങ്ങും വെച്ച് മറക്കും. ആരെങ്കിലും ഒപ്പരം കൂട്ടായിരുന്നു. വീട്ടിലെന്താരും ഇല്ലേ? എല്ലാവർക്കും തിരക്കല്ലേ. $290. എത്ര പേര് വിളിച്ചത്? ഞാനല്ല വിളിക്കുന്നത്. ചേച്ചിന്റെ ടോക്കൺ എത്ര? 288. പേരെന്താന്ന്? വിലാസിന്. സാറേ ടോക്കൺ തന്നെ. സാറേ ടോക്കൺ 250 ആടി ഉണ്ടല്ലോ. ഞാൻ വിളിച്ചതാ, അയാളെ പറയാനിട്ടില്ലേ? ഷോ, പാവങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലപ്പാ. കേട്ടാ വരാണ്ടിരിക്കുവാ? എനിക്ക് അങ്ങനെ ഉറക്കെ വിളിച്ച ശബ്ദമൊന്നും കളയാൻ പറ്റൂല. എനിക്ക് എത്രയൊക്കെ പറ്റൂ. ഒരു പ്രായമായവരല്ലേ, കുറച്ച് ഒച്ചത്ത് പറഞ്ഞൂടെ? നിങ്ങൾക്കും പ്രായമല്ലായി മുട്ടി പഞ്ഞിലും വെച്ച് കിടക്കാനില്ലല്ലോ. എന്താ മനുഷ്യന് കേൾക്കാനാണെങ്കിൽ കുറച്ച് ഒച്ചത്തി പറയും. അതെന്നാ ഞാനും പറയുന്നു. മനുഷ്യന്മാർക്ക് കേൾക്കാനില്ലാണെങ്കിലേ കുറച്ച് ഉറക്കെ പറയാന്. 287. 287. ഉത്തരം. ഒരു ദിവസം നിങ്ങൾ ഇരിക്കൂട്ടാടി ഇങ്ങനെ പൊട്ടനായിട്ട്. സമയം എത്രയായി? 10:30. ഇതൊരു മണിക്കൂർ പാസ്റ്റാ. 9 ആയിട്ടുള്ളൂ. കളിക്കുന്നേ തിരക്കൂട്ടല്ലപ്പാ. കേറുന്നങ്ങട്ട് കൊടയിൽ വിട്ടോ ഒന്ന് മാറിക്കോ. മാറിയക്ക ആളറിഞ്ഞാണ്ടെന്ന് വണ്ടി എടുത്ത് കുറച്ച് നേരത്തെ ഇറങ്ങിക്കൂടെ? നിങ്ങൾ നേരത്തെ വണ്ടി വിട്ടാലേ എനിക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. ചേച്ചി ഓട്ടം പോവാ? പോലെ എവിടെ പോണ്ടേ?
ചേച്ചി അപ്പുറം ജംഗ്ഷൻ ഒരാൾ കയറാണ്ട് അത് കഴിഞ്ഞിട്ട് പറയാം. സമയം തീരെ ശരിയില്ല. ചേച്ചി അത് ആടെ നിൽക്കുന്ന ആ ചെക്കനില്ലേ, ആടാടെ ഒരു ഓറഞ്ച് ടീഷർട്ട് ഇട്ടിട്ടില്ലേ? ആടെ ഒന്ന് സൈഡാക്കണേ. സിനിമയ്ക്ക് പോവാണെന്നുണ്ടെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോകുന്നതാണ് അതിന്റെ ഏറ്റവും രസമുള്ള ഒരു കാര്യം. എന്ത് പറയണു? എന്റെ പേര് നീത. കേട്ടുകൊണ്ടിരിക്കുന്നത് സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് FM. റെഡ് ഓൺ ഡിമാൻഡ് ആണ്. ഇപ്പൊ അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളുടെ അങ്ങനെയൊന്നുമില്ല ചേച്ചി, വെറുതെ വർത്താനം പറഞ്ഞിരിക്കാനാ. ചേച്ചിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ വെറുതെ എവിടെയെങ്കിലും കറങ്ങിയാൽ മതി. എനക്കെന്താ ബുദ്ധിമുട്ട്? ചങ്ങായിമാർക്ക് തന്നെ ആവട്ടെ അടുത്ത പാട്ട്. പിന്നെ ഞാൻ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിനി. നമ്മളെ സിറ്റുവേഷന് പറ്റിയ പാട്ടല്ലേ? അത് പിന്നെ കഷ്ടമുണ്ട് കേട്ടോ, നമ്മള് പാവങ്ങളല്ലേ ചേച്ചി. ടാക്സിയിൽ ഇപ്പൊ പോവാൻ കഴിയല്ലേ ചേച്ചി, കൂളിങ്ങെല്ലാം എടുത്ത് മാറ്റിയില്ലേ. പുറത്തുനിന്ന് വർത്താനം പറയാന്ന് വെച്ചാല് സദാചാര കമ്പനിക്കാരുണ്ടോ, റൂം എടുക്കാന്ന് വെച്ചാല് പോലീസിന്റെ റെയ്ഡും ഒടുക്കത്തെ റെന്റും. നമ്മ പാവം പ്രേമിക്കുന്നവർക്ക് ഈ ഓട്ടയല്ലേ ഉള്ളു ചേച്ചി, അല്ലേ? സോറി ചേച്ചി, ആയിക്കോട്ടെ പ്ലീസ്. കുഞ്ഞുമോട്ടാ ലിസ്റ്റ് എടുത്തരാ. ആ മോളെ വണ്ടി എടുത്തിട്ടില്ലേ? അടിയുണ്ട്, ആളുണ്ട്. വെയിറ്റിംഗിലാ? തിരക്കൂട്ടണ്ട, എത്ര വെയിറ്റ് ചെയ്താലും പ്രശ്നമില്ലാത്തവരാ. നമ്മളെ വീൽ ചെയർ എന്ന് പറയുന്നത് സുഖം തന്നെയാ. എന്ത് സുഖം മോളെ, കാണാൻ എത്ര ഉണ്ടായിട്ട് എന്നാ വേണ്ടത്? വീൽ ചെയറിലല്ലേ പാവം. ആയ കാലത്ത് കണ്ടമാനം പൈസ ഉണ്ടാക്കിയോണ്ട് ദൈവം കുറച്ച് റെസ്റ്റ് കൊടുത്തായിരിക്കും. അങ്ങനെയാണെങ്കിലേ ആ അമ്മേരെ മക്കള് അമേരിക്കയിൽ പോയിട്ടുണ്ടാക്കുന്ന പൈസ കണ്ടാല് അവർക്ക് വീൽ ചെയർ ഒന്നും മതിയാവില്ലല്ലോ. വലിയ സ്കെച്ചറിന് വേണ്ടിയല്ല ആ സ്കെച്ചർ, അത്രയും വലിയ പൈസയിൽ ഉണ്ടാക്കുന്നു. അമ്മേ ആ തന്ന ലിസ്റ്റ് കൊടുക്കട്ടാ, വേറെ എന്തെങ്കിലും വേണോ? ഒരു പായസ പാക്കറ്റ് കൂടി കൊണ്ടുതരുവോ? എനിക്ക് വല്ലാണ്ട് പായസം കുടിക്കാൻ. പായസം കുടിക്കാൻ തോന്നുന്നു പാവം, അതും കൂടെ വാങ്ങിക്കോ. ഓ ശരി, എന്നാ പോയിക്കോ. ആളില്ലേ വണ്ടിയില്? അയ്യോ അത് സാരമില്ല, അത് രണ്ട് ലവേഴ്സാ. അവരതിന് വേറെ സെറ്റപ്പിന് എന്തിനോ കയറിയതാ. അതിന് നീ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? അത് ശരിയാണല്ലോ, ഞാനെന്തിനാ ഇപ്പൊ കാണിക്കുന്നത്? ഇതെന്താ ഇത്? ചേച്ചി ഷാള് ചെറുതായി ഒന്ന് അഞ്ഞിന് ആറാനിട്ടതാ. അമ്മേ ഞാൻ ക്ലാസ്സിലാ, ഞാൻ പിന്നെ വിളിക്കാം. വെള്ളം വേണോ? വേണ്ട, പൈപ്പല്ലേ കുടിച്ചേ.